ഇന്ന് ലോക മുങ്ങിമരണ പ്രതിരോധ ദിനമാണ്. മുങ്ങിമരണം തടയാൻ നീന്തൽ പരിശീലനം ദേശവ്യാപകമായി സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. അതേസമയം കേരളത്തിൽ നീന്തൽ പരിശീലനം സംസ്ഥാന സർക്കാർ സ്കൂൾ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൊല്ലം ബീച്ചിൽ തിരയിൽപ്പെട്ടവരെ രക്ഷിക്കുന്ന രംഗം. എപ്പോഴും ഇത് അസാധ്യം. വിവിധ ജലാശയങ്ങളിൽ അപകടങ്ങളിൽപ്പെട്ട് പതിനായിരക്കണക്കിന് ആളുകൾ മരിക്കുന്നു. രാജ്യത്ത് പ്രതിവർഷം 30,000 പേർ മുങ്ങി മരിക്കുന്നുവെന്ന് ഔദ്യോഗിക കണക്ക്. കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ കണക്കുകളിൽ കളിയുള്ളതിനാൽ ഔദ്യോഗിക കണക്ക് ഇതിനേക്കാൾ ഇരട്ടിയാകാം. 10,000-കണക്കിന് പേർ ജലാശയ അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നുമുണ്ടാകാം. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ മുങ്ങി മരിക്കുന്നു. ഇതിൽ 3 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾ 26% നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകളിൽ പറയുന്നു. ജലാശയ അപകടങ്ങൾ നേരിടാൻ നീന്തൽ പരിശീലനം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കണമെന്ന് ലൈഫ് ഗാർഡുമാർ ആവശ്യപ്പെട്ടു. ലോകമെമ്പാടും മുങ്ങിമരണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ജലാശയങ്ങളിലും ചെറിയ കുളങ്ങളിലും പഠിക്കുന്ന നീന്തൽ വെച്ച് നമുക്ക് പരിചിതമല്ലാത്ത കടൽ, കായൽ, പുഴകൾ, തടാകങ്ങൾ, മറ്റ് ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോഴാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത്. ദേശീയാടിസ്ഥാനത്തിൽ ജലാശയ അപകടങ്ങൾ നേരിടാൻ സംവിധാനമില്ല. വിനോദസഞ്ചാരികളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി ബോട്ടുകളുടെയും വള്ളങ്ങളുടെയും പരിശോധന ശക്തമാക്കുകയും സുരക്ഷാ ഉപകരണങ്ങൾ ഉറപ്പുവരുത്തണമെന്നും ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്നു. ഒപ്പം അംഗീകൃത നീന്തൽ പരിശീലകരിൽ നിന്നും നീന്തൽ പരിശീലനം നേടണമെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നു. മുങ്ങിമരണങ്ങൾ തടയാൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ശക്തമായ ബോധവൽക്കരണവും പ്രചരണവും നടത്താൻ ലോകാരോഗ്യ സംഘടന അഭ്യർത്ഥിച്ചു. നിലവിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും നീന്തൽ പരിശീലനം നൽകി വരുന്നു. നീന്തലും വാട്ടർ പോളോയും മത്സരാധിഷ്ഠിത കായിക ഇനങ്ങളായി ഉൾപ്പെടുത്തിയത് പ്രകാരം അതുമായി ബന്ധപ്പെട്ട ഉള്ളടക്ക ഭാഗങ്ങളും അധ്യാപകരുടെ ഹാൻഡ്ബുക്കിൽ സമഗ്രമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സവിശേഷ പരിമിതരായ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബീറ്റ്സ്. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.